ഒരു കൊല്ലം മുമ്പ് ഇവിടെ കല്യാണ തലേന്ന് ചെക്കനെ കാണാൻ പോണ വീഡിയോ ഇട്ടാണ് ഞാൻ ട്രെൻഡ് ആയത്. അപ്പോൾ ആ കല്യാണത്തിന് ആനിവേഴ്സറി ആണ് മക്കളെ ഇന്ന്. കാലൊക്കെ എത്ര പെട്ടെന്നല്ലേ മക്കളെ പോകുന്നത്. ചെക്കനെ ദുഫായിരുന്ന സാധനങ്ങളെല്ലാം കൊടുത്തയച്ചിട്ടുണ്ട്. അങ്ങനെ സർപ്രൈസ് ആണെങ്കിലും ഉദ്ദേശമാരെ നടത്താനുള്ള സമയം സന്ദർഭം നമുക്ക് ഉണ്ടായില്ല. ഇവരെ ഏൽപ്പിച്ച സാധനങ്ങളൊക്കെ നമ്മളെ ഏൽപ്പിച്ച് ധൃതിയിൽ പോലും വേണ്ടതാണ്. കാരണം അവരേതോ പടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അവർക്കൊരു ബുദ്ധിമുട്ടായോ എന്തോ. എന്തായാലും കൊടുത്തയച്ച സാധനങ്ങളെല്ലാം കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ അവർക്ക് നിൽക്കാൻ പോലും സമയമില്ലാത്ത കാരണത്താൽ ഒരു ചായ പോലും കുടിക്കാതെ വീടിനും മറന്നു പോലും മടങ്ങുകയാണ്. സമ്മാനങ്ങൾ കൈപ്പിടുന്ന സമയത്ത് തന്നെ ഇക്കാളെ വീഡിയോ കോൾ ഉണ്ടായിരുന്നു. ഇത്രയും സമ്മാനങ്ങൾ കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് നമ്മൾ അസ്ബി കുട്ടി. നാളെ തന്നെ കെട്ടിയാലെന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ കുട്ടി. ഇത്രയും സമ്മാനങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് കെട്ടിയേക്കാം അല്ലേ? ഇപ്പുറത്തെ നമ്മൾ അമ്മായിയും മരുമോനും കാര്യമായ ചർച്ചകളിലാണ്. നമ്മളാണെങ്കിൽ ഈ കേക്കു സാധനങ്ങളൊക്കെ എപ്പോൾ പൊട്ടിക്കുന്നുള്ള ചിന്തയിലും. നീ ഫോൺ കാൾ തുടരുകയാണെങ്കിൽ ഇവരെ കണ്ട് പഞ്ഞിക്കിടും. ഇനി എന്തൊക്കെ കാണണോ എന്തോ. ഇതൊക്കെ കണ്ടിട്ട് കുട്ടറുള്ളിലുള്ള ഇപ്പത്തെ മനോഭാവം അതാണ്. കണ്ടോ ആ മോന്ത കണ്ടാ അറിയാതെ. അങ്ങനെ നമ്മൾ ചടങ്ങിലേക്ക് കിടക്കാണ്. കാരണം ഇനി വൈകിച്ച കുട്ടിയെ എടുത്ത് അടിക്കും. അങ്ങനെ ആദ്യത്തേക്ക് പരാജയപ്പെട്ട സ്ഥിതിക്ക് രണ്ടാം വട്ടം നമ്മുടെ കുട്ടി കാര്യമായി അമ്പരക്കുകയാണ്. വാവ്, നാച്ചുറൽ ആക്ടിങ്. ഇതൊട്ടും ആർട്ടിഫിഷ്യലായി തോന്നിക്കാത്ത സ്ഥിതിക്ക് നമ്മൾ ഇതാണ്ട് ഉറപ്പിച്ചു. അങ്ങനെ നമ്മുടെ കേക്ക് മുറിക്കൽ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ മുറി കഴിഞ്ഞ് ആദ്യത്തെ കഷ്ണം നമ്മളെ കുട്ടിക്ക് തന്നെ കൊടുത്തു. പിന്നെ അടുത്ത കഷ്ണം നമ്മൾ തൊള്ളേക്കൊണ്ട് ചെയ്തു. അതൊക്കെ അത്ര എളുപ്പം. ഈ ബാക്കിയുള്ള പെട്ടികളും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഞാൻ മെല്ലെ വരാം. ഇവിടെ തൊള്ളൊളിച്ച് വീഡിയോ എടുത്ത് കുത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടൂല. അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോ കാണാം.